നമസ്കാരം. ഞാൻ ദിനേഷ് സൗപർണിക. നമ്മളെ ചെണ്ടുമല്ലി സീരീസില് നമ്മൾ ഇതുവരെ തൈ നടുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഡേറ്റിന് തൈ നട്ടു, അതൊരു പ്രത്യേക ഡേറ്റിന് മൊട്ടുണ്ടാവുന്നു എന്ന് നമുക്ക് പൂ പൊട്ടിക്കാന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനം, അതായത് മഴ കൂടിയത് കൊണ്ട് അല്ലെങ്കിൽ വളം കുറഞ്ഞത് കൊണ്ട്, മണ്ണിന്റെ ഘടന, ഇതൊക്കെ പല ഘടകങ്ങളും ഉണ്ടായിരിക്കും. എന്നാലും കുറെ ആളുകൾക്കെങ്കിലും നല്ല രീതിയിൽ ഫ്ലവർ കിട്ടിയിട്ടുണ്ടാവും. കുറച്ച് ആളുകൾ ചിന്തിക്കുന്നത്, ഞങ്ങൾ കുറച്ച് ദിവസമെങ്കിലും മുൻകൂട്ടി അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നേ നട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ നല്ല പൂ കിട്ടുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത് വളരെ കറക്റ്റാണ്. നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നട്ട ഡേറ്റിനേക്കാളും കുറച്ചുകൂടി മുന്നേ നട്ടിരുന്നെങ്കിൽ ഇപ്പോ ഈ കുറച്ച് ലാഗ് ചെയ്യണ അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ ഇനി ഇത് കണ്ടിട്ട് അടുത്ത കൊല്ലം യഥാർത്ഥ ഡേറ്റിൽ നിന്നും കുറേ ദിവസം മുന്നേ നട്ട ആളുകൾ അടുത്ത വർഷം മഴ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ മഴ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, മഴ ഇതിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മളെ യഥാർത്ഥ സമയത്ത് തന്നെ വെച്ച് പോവുക എന്നുള്ളതാണ്. ചില ആളുകൾ ഇതൊന്നും നോക്കാതെ മുൻകൂട്ടി വെക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇപ്പൊ ഈ സമയത്ത് കുറച്ച് കൂടുതൽ പൂവ് വന്നു എന്ന് കരുതിയിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ നിന്നും കുറച്ച് നേരത്തേലേക്ക് പോയാൽ മഴ കൂടിയാലോ മഴ കുറഞ്ഞാലോ പൂക്കൾ നേരത്തെ വിരിയും. അപ്പൊ ഇത് കൃത്യമായ പല സ്ഥലങ്ങളിലും കൃത്യമായ ദിവസങ്ങളിലും കൃത്യമായിട്ടല്ല, കുറച്ച് വൈകി നട്ട ആളുകളിലും നന്നായി പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിചരണമാണ് കേട്ടോ. അത് എത്ര പറഞ്ഞാലും അത് നമുക്ക് താനേ പൂ ഉണ്ടായതല്ല, അതിന് കൃത്യമായ പരിചരണം കൊടുക്കും. ഇനി താനേ പൂ ഉണ്ടാവും, ഒരു മണ്ണിലുള്ള ന്യൂട്രിയന്റ് വലിച്ചെടുത്ത് ചെടി താനേ പൂ ഉണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ദിവസത്തിലേക്ക് എത്തണം എന്നില്ല. അപ്പൊ ഈ പറഞ്ഞു വന്നത്, ഇപ്പോ എല്ലാവർക്കും ഇതിന്റെ ചെണ്ടുമല്ലിയുടെ വളപ്രയോഗ പരിചരണ രീതികളെല്ലാം മനസ്സിലായി. ഇനി നമ്മൾ തിരുവോണത്തോട് അടുക്കുകയാണ്. അപ്പൊ ലേറ്റായി പൂ ഉണ്ടാവുന്ന ആളുകൾ, ഈ തോട്ടത്തിൽ ഞാൻ പറഞ്ഞു 21 ദിവസം ലേറ്റായ തോട്ടാണ്. ഇപ്പൊ ദാ ചെറുതായിട്ട് ഇങ്ങനെ പൂവ് ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ്. അത്യാവശ്യം ഒരു 5 കിലോ പൂവൊക്കെ പൊട്ടിക്കാണ്ടാവും. മഞ്ഞ കുറച്ച് കുറവാണ്, ഓറഞ്ച് നന്നായി വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ തിരുവോണത്തിലേക്ക് വിരിയാനുള്ള പൂക്കളാണ്. പൂവ് അത്യാവശ്യം ഇങ്ങനെ വന്നതാണ്, എല്ലാ സ്ഥലത്തും പൂവ് വന്നിട്ടുണ്ട്. 20 ദിവസം വൈകി നട്ട തോട്ട, 21 ദിവസം വൈകി നട്ട തോട്ടാണ്. അതിൽ ഓറഞ്ച് നന്നായി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ ഓറഞ്ച് വിരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തിരുവോണത്തിന് ശേഷം ഈ ചെടി നിലനിർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തിരുവോണം വരെയുള്ള പൂക്കൾ ഇതുമെന്ന് പൊട്ടിച്ചു കഴിഞ്ഞാലും വീണ്ടും പൂക്കൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ചില ആളുകൾ ചെയ്യുക, ഓണം കഴിഞ്ഞാൽ പിന്നെ വിപണി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. ഇനി ഒഴിവാക്കുന്ന ആളുകൾക്ക് ഒഴിവാക്കാം. ഇതിൻ്റെ വിത്ത് എടുത്തു വെക്കേണ്ട, ഈ വിത്തുകളൊന്നും മുളയ്ക്കില്ല. ഇത് ആദ്യമേ പറയാം, ഹൈബ്രിഡ് ചെടികളുടെ വിത്ത് മുളയ്ക്കില്ല. മുളച്ചാൽ തന്നെ നാടൻ പൂക്കൾ, ചെറിയ വിരിയാത്ത പൂക്കൾ ഉണ്ടാവും. അപ്പോൾ ഇത് തിരുവോണത്തിന് ശേഷവും നിലനിർത്തണം എന്നുള്ള ആളുകൾക്ക് ചെയ്യേണ്ട പണി, അതായത് പൂക്കളുടെ ആവശ്യം ഇനി ഏകദേശം നമ്മളുടെ മഹാനവമി വിജയദശമി വരെയുള്ള സമയത്തേക്ക് ഉണ്ടാവും. മഴ കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ ചെടി നിലനിർത്തുക. അപ്പോൾ അതുവരെയുള്ള പൂക്കൾ, പക്ഷെ അതുവരെ പൂ എടുത്തു വെക്കാൻ പറ്റില്ല. തിരുവോണം കഴിഞ്ഞാലും കിട്ടുന്ന പൂക്കൾ കിട്ടുന്ന വിലയ്ക്ക് ക്ഷേത്രങ്ങളിലോ കടകളിലോ കൊടുക്കാം. കാരണം ഓണത്തിൻ്റെ വില കിട്ടില്ല. ഇനിയും കുറേ പൈസ ചിലവാക്കിയിട്ട് പൂ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല എന്ന് ആരും പരിഭവം പറയരുത്. അങ്ങനെ ചെടി നിലനിർത്തണം എന്നുള്ള ആളുകൾക്കുള്ള കെയർ ടിപ്സാണ് ഇനി പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ തിരുവോണം കഴിഞ്ഞിട്ട് നമ്മൾ ഓണത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെടിയിൽ ചെയ്യേണ്ടത്, ചെടിയിലെ ഇപ്പം പൂ പൊട്ടിച്ചെടുത്ത പൂവിൻ്റെ തണ്ട് ഉണ്ടാവും. ഇങ്ങനത്തെ പൂ പൊട്ടിച്ച ഈ തണ്ട് ഇവിടെ ഉണങ്ങും. അങ്ങനെയുള്ള കേടായ തണ്ടുകളും കേടായ ഇലകളും കേടായ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയും. അപ്പോൾ ആദ്യം ഒന്ന് തിരുവോണത്തിൻ്റെ ശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം ചെടി ഒന്ന് വൃത്തിയാക്കുക. അതുവരെ നിങ്ങൾക്ക് പൂ പൊട്ടിക്കാമല്ലോ. പൂ പൊട്ടിച്ച് വിറ്റുകൊണ്ടിരിക്കുക. ബാക്കി തിരുവോണത്തിന് ശേഷം ചെടി ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഇനി അടുപ്പിച്ചൊന്നും വളം കൊടുക്കണ്ട. പിന്നെ നിങ്ങൾ ഒരു തവണ ഫാക്ടംബോസ് അല്ലെങ്കിൽ DAP, ഫാക്ടംബോസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലത്, അല്ലെങ്കിൽ DAP ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ജൈവ രീതിയിലാണെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ഇതൊക്കെ വില കൂടുതലാണ് സാധനങ്ങൾക്ക്, നിങ്ങളുടെ ശ്രദ്ധ. ഇനി ഒന്നും വേണ്ട, വെറുതെ മണ്ണ് കൂട്ടിക്കുക. ഏതെങ്കിലും ഒരു വളം ഇട്ടിട്ട് മണ്ണ് നന്നായി കൂട്ടിക്കൊടുക്കുക. ഒന്ന് ക്ലീൻ ചെയ്യുക, ചെടിയുടെ ചുറ്റുപാടും ഒന്ന് ക്ലീൻ ചെയ്യുക. ഇങ്ങനെ അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ നിന്നതിൻ്റെ ശേഷം ഓരോ 10 ദിവസം കൂടുമ്പോഴും നിങ്ങൾ പൂവുണ്ടാക്കുക. കാരണം ഈ പൂവ് വരണം. ഈ പൂവ് വരാൻ വേണ്ടിയിട്ട് ഇനി വരുന്ന പൂക്കൾ നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഓരോ 10 ദിവസം കൂടുമ്പോഴും ഇനി സ്പ്രേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളം നല്ലതാണ്.
അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ 30-10-10 ഒന്നും വേണ്ട യൂറിയ, അല്ലെങ്കിൽ പറയുന്ന നാനോ DAP, നൈട്രജൻ ഫോസ്ഫറസ് കൂടിയ ഏതെങ്കിലും വളം. ഈ ഓണം കഴിഞ്ഞ് നമ്മൾ ഈ കടക്കിൽ കുറച്ച് മണ്ണിട്ടിട്ട് വളമിട്ടിട്ട് കുറച്ച് മണ്ണ് കൂട്ടണം. ഈ മണ്ണ് കൂട്ടിയതിൻ്റെ ശേഷം ഒരു തവണ, ഒരു 10 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ ഒരു തവണ നിങ്ങളൊന്ന് സ്പ്രേ കൊടുക്കുക, നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ പൊട്ടാഷ്യം ഇല്ല കേട്ടോ, പൊട്ടാഷ്യം ചേർന്ന ഒന്ന് സാധനം അതിൽ ചേർക്കുന്നില്ല. ഇത് കൊടുക്കുമ്പോൾ ഇനി അതിൽ നാമ്പുകൾ വരാനുണ്ടെങ്കിൽ ആ നാമ്പുകൾ മെല്ലെ വരാൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ഒരു വളം ഇട്ടിട്ട് മണ്ണ് കൂട്ടൽ കഴിഞ്ഞിട്ട് ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ ഒരു ഫോളിയാർ സ്പ്രേ കൊടുക്കുക. എല്ലാം ചെയ്യും, യൂറിയ അല്ലെങ്കിൽ DAP, നാനോ DAP, അല്ലെങ്കിൽ നമ്മളെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത്, ഇങ്ങനത്തെ സാധനങ്ങൾ ജൈവ രീതിയിലാണെങ്കിൽ അത്, മീൻവളം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പഞ്ചഗവ്യം, ജീവാമൃതമൊക്കെ സ്പ്രേ ചെയ്യുക. അങ്ങനെ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ നന്നായി സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ പൂവിടാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഏകദേശം ഒരു 20 ദിവസമൊക്കെ 20-25 ദിവസമാവും. ഇത് ഓണം കഴിഞ്ഞിട്ട് 25 ദിവസമാകുമ്പോൾ 13-27 എന്ന് പറയുന്ന നമ്മൾ പൂവിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് ചേർന്നത് ഒരു തവണ കൊടുക്കുക. വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞാൽ 13-27 കൊടുക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് വൃത്തിയാക്കുക, മണ്ണ് കൂട്ടി കൊടുക്കുക. പിന്നെ മൊട്ട് പുതിയത് വരുമ്പോൾ അതിന് നല്ല പവർ കിട്ടാനും അല്ലെങ്കിൽ ശക്തി കിട്ടാനും നന്നായിട്ട് വിരിയാനും ഇടയ്ക്ക് നിങ്ങൾക്ക് നമ്മുടെ സീവീഡ് എക്സ്ട്രാക്റ്റ് ജെല്ല് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ മണ്ണ് ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ ഈ മണ്ണിലിപ്പോൾ വീണ് കിടക്കുന്ന വളങ്ങളുണ്ടെങ്കിൽ അത് ചെടിയിലേക്ക് വീണ്ടും എത്തുകയും പൂ കിട്ടുകയും ചെയ്യും. ഇത് കഴിഞ്ഞ വർഷം ഇവിടെ ഈ ഭാഗത്ത് ഇവർ ചെയ്തില്ല. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം നമുക്ക് മഹാനവമി സമയത്തേക്ക് വരെ പൂക്കളില്ല. പക്ഷേ ആ സമയത്തേക്ക് നമ്മളും ചെറിയ പൂക്കളായി മാറും. പിന്നെ അപ്പോൾ നിങ്ങൾ കീടനിയന്ത്രണമൊന്നും കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ട, കിട്ടുന്ന പൂക്കൾ എടുക്കുക എന്നേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പൊട്ടിച്ച് പോവാം. പിന്നെ സാധാരണ പുകടാനും ഒക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തുള്ളൂ. ഇതാണ് ഓണത്തിന് ശേഷം നിങ്ങൾക്ക് ഈ ചെടിയെ നിലനിർത്താനും എത്ര കാലം നീണ്ടുപോകുമെന്ന് നോക്കാനുമുള്ള ഒരു പഠന മാർഗ്ഗമാണ്. ആ സമയത്തേക്കുള്ള പൂവ് കിട്ടും. ഈ പൂവ് കിട്ടുമ്പോൾ വിൽക്കാൻ എന്ത് ചെയ്യുമെന്ന് മാത്രം ചോദിക്കരുത്. അങ്ങനെ വിൽക്കേണ്ട സംശയമുള്ള ആളുകൾ ഇതോടുകൂടി അവസാനിപ്പിക്കുക, ഓണത്തോടു കൂടി ഇത് നിർത്തുക, ഒഴിവാക്കുക. അത് അല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഇത് നിലനിർത്താം. അപ്പോൾ നിങ്ങൾ അതും എഴുതി വെക്കണം. അപ്പോൾ ഒരു ചെടി നട്ടത് മുതൽ എത്ര കാലം അത് നിന്നു എന്നുള്ള കാര്യം വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൂക്കളെ വലിപ്പം കുറഞ്ഞാലും നമുക്ക് വിപണിയിലേക്ക് പൂക്കൾ ചെറിയൊരു സംഖ്യക്കെങ്കിലും പൂക്കൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ചെണ്ടുമല്ലി വീഡിയോൻ്റെ ചാപ്റ്ററിൻ്റെ എൻഡിങ്. അപ്പോൾ ആ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി വളപ്രയോഗം, മരുന്നിൻ്റെ പ്രയോഗമൊന്നും ഇല്ല. ഈ കാര്യങ്ങൾ തന്നെ നിലനിർത്തി പോവുക. ബാക്കി പറഞ്ഞ രീതിയിലുള്ള വളങ്ങൾ പ്രയോഗിക്കാൻ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ശാസ്ത്രീയമായ രീതിയിൽ വളപ്രയോഗം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ വീഡിയോൻ്റെ തുടക്കം കണ്ടിട്ട് നിങ്ങൾ പോവരുത്. അത് തുടക്കം കണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കും ഈ പൂ വലുതാവാൻ എന്ത് വള കൊടുക്കുക, അങ്ങനെ ചോദിക്കരുത്. കാരണം അത് കാണാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ വീഡിയോ കാണാനേ പറയുള്ളൂ. നിങ്ങളത് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യുക. പൂക്കൾ വൈകിയുണ്ടായ ആളുകൾ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ട് എന്നുള്ളത് സ്വയം വിലയിരുത്തിയിട്ട് അടുത്ത വർഷത്തിലേക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മാറ്റങ്ങളോടെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം, നമുക്ക് ഒഴിവാക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വേണമെങ്കിൽ വിളിക്കണമെങ്കിൽ വിളിക്കാം. മറ്റു പൂക്കൃഷി സംരംഭങ്ങൾ, സംവിധാനങ്ങളുടെ വീഡിയോകളൊക്കെ അടുത്ത് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാക്കും. താങ്ക് യു.